കണ്ണൂരിലെ പിണറായി പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാരെ CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതായി പരാതി. പാതയോരത്തെ കൊടി തോരണങ്ങൾ നീക്കിയതിന്റെ പേരിലായിരുന്നു പിണറായി LC സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയത്. CPM നേതാക്കളുടെ കടന്നുകയറ്റത്തിനെതിരെ വായ മൂടിക്കെട്ടി പഞ്ചായത്ത് ജീവനക്കാർ പ്രതിഷേധിക്കുകയാണ്. കയ്യും കാലും വെട്ടി നുറുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ജീവനക്കാർ ആരോപിക്കുന്നു. ജീവനക്കാരെ വധഭീഷണി മുഴക്കി അല്ലെങ്കിൽ ജീവനക്കാരുടെ കയ്യും കാലും കൊത്തി നുറുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു തരത്തിൽ ഇത്തരം തോന്നിയാസങ്ങൾ ഈ ഓഫീസിനകത്ത് അനുവദിച്ചു തരില്ല. നിങ്ങൾ ഏത് ആശയത്തിന്റെ ബലത്തിലാണ് അല്ലെങ്കിൽ ആശയത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ വന്ന് ഭീഷണി മുഴക്കിയിട്ടുള്ളത്, അതേ ആശയത്തിന്റെ ബലത്തിലും അതേ ആവേശത്തിലും ഞങ്ങൾ നിങ്ങളെ പ്രതിരോധിക്കുമെന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധാർഹമായ കാര്യമാണ്. നമ്മളങ്ങനെ ഏഴാംകൂലികളോ അടിമകളോ ഒന്നല്ല. ശക്തമായ സംഘടനാ ബോധവും ശക്തമായ ആശയബോധവുമുള്ള പ്രവർത്തകരാണ് ഇതിന്റെ ഉള്ളിൽ ജോലി ചെയ്യുന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടായ നല്ലതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഇവരുടെ ഈ നിലപാടിൽ, ഈ തോന്നിയാസം കാണിച്ചവരോടുള്ള നിലപാടിൽ മാത്രമല്ല, നമ്മളുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട ഭരണസമിതിയുടെ ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫെലിക്സ്, പാതയോരത്തെ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യണം എന്നുള്ളത് കോടതി വിധികൾ പറയുന്നതാണ്, കോടതികളുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. അതിൽ കയ്യും കാലും വെട്ടും കൊത്തി നുറുക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയാൽ വായ മൂടി കെട്ടുക എന്ന് പറയുന്നത് അധികാരത്തിന് താഴെ ആളുകൾക്ക് പ്രതിഷേധിക്കാനുള്ള ഒരേ ഒരു മാർഗമാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ 24-ാം തീയതിയാണ് ഈ സംഭവം നടന്നത്. അതായത് പിണറായി പഞ്ചായത്ത് ഓഫീസിലാണ് CPM നേതാക്കൾ, CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗം നന്ദനനും ഒപ്പം തന്നെ ലോക്കൽ സെക്രട്ടറി നന്ദനനും ലോക്കൽ കമ്മിറ്റി അംഗം നിഖിൽ കുമാറും ഇവിടെ എത്തുകയും ഇത്തരത്തിലൊരു ഭീഷണി നടത്തുകയും ചെയ്തത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതി ഉത്തരവുണ്ട് പാതയോരത്തെ ഈ കൊടിത്തോരണങ്ങൾ നീക്കം ചെയ്യണമെന്ന്. ആ നീക്കം ചെയ്യണമെന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ എത്തിയ ഈ പഞ്ചായത്ത് ജീവനക്കാർ അത് നീക്കം ചെയ്തത്. അതിനെതിരെയാണ് CPM നേതാക്കൾ അവിടെ ഭീഷണി നടത്തിയത്. അതിനുശേഷമാണ് അവർ വായ് മൂടിക്കെട്ടിയുള്ള ശക്തമായ പ്രതിഷേധത്തിലേക്ക് ജീവനക്കാർ നീങ്ങിയത്. അതായത് ജീവനക്കാർ പറയുന്നത് തങ്ങളെ വധഭീഷണിയാണ് തങ്ങൾക്കെതിരെ നടത്തിയത്, കയ്യും കാലും വെട്ടുമെന്നും കൊല്ലുമെന്നുമുള്ള ഭീഷണിയാണ് ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. തങ്ങൾ അടിമകളല്ല എന്നാണ് ഈ ജീവനക്കാർ തന്നെ വ്യക്തമാക്കുന്നത്. അതായത് ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കടന്നുകയറ്റം അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നവർ പറയുന്നു. മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ സർവകക്ഷി യോഗം അവിടെ നടന്നിരുന്നു. ആ സർവകക്ഷി യോഗത്തിൽ CPMന്റെ അടക്കമുള്ള പാർട്ടി അംഗങ്ങൾ അവിടെ പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ എത്തിയ യോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയതാണ്. കാരണം ഇത് പാതയോരത്ത് നിന്നും ഈ ഫ്ലെക്സും ഈ കൊടിതോരണങ്ങളും ഒക്കെ എടുത്തു മാറ്റണമെന്ന്. പക്ഷേ അത് എടുത്തു മാറ്റാൻ തയ്യാറായില്ല. അങ്ങനെയാണ് അത് പഞ്ചായത്തിലെ ജീവനക്കാർ തന്നെ അവിടെ എത്തി അത് എടുത്തു മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അപ്പോഴാണ് അതിനെതിരെ CPM നേതാക്കൾ ഇത്തരത്തിൽ വധഭീഷണി അടക്കം മുഴക്കിയത്. മാത്രമല്ല, ഈ ജീവനക്കാർ പറയുന്നത് ഈ വിഷയത്തിൽ CPMന്റെ ഭരണസമിതി പോലും ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നതാണ്. അങ്ങനെ ഒരു ആക്ഷേപം കൂടി ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇത് രണ്ട് സർവീസ് സംഘടനകൾ തമ്മിലുള്ള പ്രശ്നമൊന്നുമല്ലല്ലോ. ഇതേ ആശയത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ അതിക്രമത്തിനെതിരെ പ്രതിഷേധിക്കും എന്നുള്ളതാണല്ലോ അവർ പറയുന്നത്. പാർട്ടിക്കാർക്കിടയിൽ തന്നെയാണോ? തീർച്ചയായിട്ടും അവിടുത്തെ പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാരിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷ അനുകൂല സംഘടനയിൽപ്പെട്ടവരാണ്. ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ CPM നേതാക്കളുമായി സംസാരിച്ചിരുന്നു. CPMന്റെ പിണറായി ഏരിയ സെക്രട്ടറി ശശിധരനോടക്കം സംസാരിച്ചപ്പോൾ അദ്ദേഹം താനിത് ഇക്കാര്യം അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇക്കാര്യത്തിൽ താൻ പ്രതികരിക്കാനില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒപ്പം പഞ്ചായത്ത് പ്രസിഡന്റുമായി സംസാരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ ഫോണിൽ 2 തവണ വിളിച്ചെങ്കിലും നമുക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് CPMന് ഇക്കാര്യത്തിൽ എന്താണ് പ്രതികരണം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അല്ലെങ്കിൽ അടിയന്തര യോഗം അടക്കം പഞ്ചായത്ത് ഓഫീസിൽ ചേരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും വധഭീഷണി അടക്കം ഈ CPMന്റെ 2 നേതാക്കൾ, ഒന്ന് പിണറായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഒന്ന് ലോക്കൽ കമ്മിറ്റി അംഗം, ഈ 2 പേരിൽ നിന്നാണ്
ഈ പഞ്ചായത്തിലെ ജീവനക്കാർക്ക് ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായത്. അതിലാണ് ശക്തമായ പ്രതിഷേധം, വായ് മൂടിക്കെട്ടിയുള്ള പ്രതിഷേധം ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഒപ്പം തന്നെ ഇതിനെതിരെ ഭരണസമിതി ഒരു നടപടി എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഭരണസമിതി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നൊരു ആരോപണം ഉന്നയിക്കുന്നത്.